റയാനും മുന്നിലേക്കൊന്നാഞ്ഞു. അവൾ ചാർലിയുടെ പുറത്തേക്ക് കരങ്ങൾ അമർത്തിപ്പിടിച്ചു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചേട്ടത്തി, ഇനിയിപ്പോൾ ചേട്ടായുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ, അവൻ പതിയെ അവളോട് പറഞ്ഞു. ഇറങ്ങടാ. ചാർലിയെക്കുറിച്ച് കടുപ്പിച്ച് പറഞ്ഞതും റയാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി. അവളാണേൽ ചെറു പേടിയോടെ ഇരിക്കുകയായിരുന്നു. നിന്നോടിനി പ്രത്യേകിച്ച് പറയണോ? അവൻ ചോദിക്കുന്നത് കേട്ടതും ഷീതുവും പേടിച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങി. നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിന്റെ ഇങ്ങനെയുള്ള വർത്താനം. അത് കേട്ട് എനിക്ക് പെരുത്ത് കയറുന്നുണ്ട്. നിന്നെ നോവിക്കാനോ വഴക്കു പറയാനോ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും ചെയ്യാത്തത്. നിന്നെ ഞാൻ എന്നെൻ്റെ കൂടെ കൂട്ടിയോ അന്ന് മുതൽ ഇസു എൻ്റെ മോളാണ്. ഞാനാണ് നിൻ്റെയും അവളുടെ അവകാശി. പറഞ്ഞത് മനസ്സിലായോ? അവൻ ദേഷ്യത്തോട് അവളുടെ നേരെ കൈ ചൂണ്ടി. അവൾ പേടിച്ച് തലയാട്ടി. ഇനി മേലാൽ നിന്റെ നാവിൽ നിന്നും ഇസു എൻ്റെ അല്ല എന്നൊരു അർത്ഥം വരുന്ന വാക്കുകൾ ഞാൻ കേട്ടാ ഇങ്ങനെ ആയിരിക്കില്ല ഞാനിനി പ്രതികരിക്കുന്നത്. അറിയാലോ എന്നെ. എന്നിലുള്ള പഴയ ചാർലി നീ പുറത്തെടുപ്പിക്കരുത്. നിനക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയാ ചാർലി മാറിയത്. അത് നീ തന്നെ മാറ്റിക്കരുത്. അവൻ ദേഷ്യത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൻ ദേഷ്യപ്പെടുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവനത് കണ്ടെങ്കിലും അത് കണ്ടില്ലെന്ന് നടിച്ചു. അയ്യേ, ഏട്ടത്തി കരയുവാണോ? അതിന് ചേട്ടായി ഒന്നും പറഞ്ഞില്ലല്ലോ. റയാൻ അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞതും റയാൻ ചാർലിയെ ദയനീയമായി നോക്കി. എന്നാൽ ചാർലി അവനെ ഒന്ന് നോക്കിയതിന് ശേഷം ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കയറേട്ടത്തി, റയാൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ ചാർലിയുടെ പുറകിലേക്ക് കയറി. റയാനും കയറിയതും ചാർലി ബൈക്ക് എടുത്തു. യാത്രക്കിടയിലും അവൾ കണ്ണുകൾ തുടച്ചു. കണ്ണാടിയിൽ കൂടി അവനത് കാണുന്നുണ്ടായിരുന്നു. റയാൻ അവളോട് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചാർലി ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ചു മുമ്പോട്ട് ചെന്നതും അവൻ വീണ്ടും ബൈക്ക് നിർത്തി. ഷീതുവും റയാനും സംശയത്തോടെ അവനെ നോക്കി. ഇനി നിന്റെ കണ്ണ് നിറഞ്ഞ? അവൻ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പറഞ്ഞു. ഞാൻ കരയില്ല. അവൾ തനിയെ കണ്ണുകൾ തുടച്ചു. എങ്കിൽ നിനക്ക് കൊള്ളാം. വേണ്ടാന്ന് കരുതുമ്പോൾ നീ ഓവർ ആവരുത് ഷീതു. നീ ഇപ്പം എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ? ആരെയാ നീ പേടിക്കുന്നത്? നീ ജീവിക്കുന്നത് പുലിക്കളത്തിൽ ചാർലിയുടെ ഒപ്പമാ. നിന്നെയോ കുഞ്ഞിനെയോ നിന്റെ സമ്മതം ഇല്ലാതെ ആരും അവിടുന്ന് കൊണ്ടുപോവില്ല. അത്ര ധൈര്യമൊന്നും ഒരുത്തനും ഇല്ല. പിന്നെ നീയായിട്ട് പോകണമെന്ന് വെച്ചാ. അവൻ ബാക്കി പറയാതെ നിർത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഏട്ടത്തി അങ്ങനൊന്നും പോവില്ല ചേട്ടായി. നമ്മളെയൊക്കെ വിട്ടിട്ട് ഏട്ടത്തി എവിടെ പോവാനാ? അല്ല ഏട്ടത്തി? റയാൻ അവളോട് ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. ഋഷു തൻ്റെ മമ്മിയോട് ചോദിച്ചതിന് ശേഷം ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ കാത്തുന്ന പോലെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. കയറട്ടെ? അതിനവനൊന്ന് അമർത്തി മൂളി. അങ്ങോട്ടുള്ള യാത്രയിൽ അവരൊന്നും തന്നെ അവളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. അവൾക്കാണെങ്കിൽ അവനോട് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹവും തോന്നിയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ബൈക്കിലിരിക്കുന്നതിനിടയിൽ മൗനത്തെ ഭേദിക്കാൻ സംശയത്തോടെ അവൾ അവനോട് ചോദിച്ചു. എന്താ? അതെ, ഈ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നേ? അവൾ ചോദിച്ചതും അവൻ ഫ്രണ്ടിൽ വെച്ചിരുന്ന കണ്ണാടിയിൽ കൂടി പുറകിലിരിക്കുന്ന അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അല്ല, ഞാൻ എപ്പോൾ നോക്കിയാലും ഈ മുഖത്ത് ദേഷ്യം മാത്രമാണ് ഞാൻ കാണുന്നത്. സാറിന് വേറെ വികാരങ്ങളൊന്നും വരില്ലേ? എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ച് വയ്ക്കുന്നത് ഭയങ്കര ബോറല്ലേ സാർ? അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. നിനക്കിപ്പോൾ എന്ത് വികാരമാണ് എൻ്റെ മുഖത്ത് വേണ്ടത്? അവൻ പുരികം പൊക്കി. അല്ല, എല്ലാവരോടും കാണിക്കുന്നത് പോലെ അല്ല സാർ എന്നോട് കാണിക്കുന്നത്. മറ്റുള്ളവരോടൊക്കെ ചിരിച്ച് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്നോട് മാത്രമാണ് ഈ ദേഷ്യം. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അവൾ പതിയെ അവനോട് പറഞ്ഞു. ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. ഒവ്, എന്നെ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. കടുവ. അവൾ പെറുപെറുത്തു. എന്താ? അവനത് കേൾക്കാഞ്ഞതും വീണ്ടും അവളോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. നിനക്ക് വീട്ടിൽ കല്യാണാലോചനയൊക്കെ ഉണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഇനി തന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണോ അവനങ്ങനെ ചോദിക്കുന്നതെന്ന് അവൾ മനസ്സിൽ കരുതി. ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ? അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ലഭിക്കാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അതിനും അവനൊന്ന് മൂളി. ഇങ്ങനെ മൂളാൻ വേണ്ടിയിട്ടാണോ കടുവ എന്നോടിപ്പോൾ വലിയ കാര്യത്തിൽ ചോദിച്ചത്? അവൾ സ്വയം പിറുപിറുത്തു. എന്തേലും പറഞ്ഞോ നീ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, അവൾ മറുപടി പറഞ്ഞു. അങ്കിളിനെ എനിക്കൊന്ന് കാണണം. അവൻ വീണ്ടും പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഇനി അവൻ തന്നെ കല്യാണാലോചിക്കാൻ വേണ്ടിയിട്ടാണോ പപ്പയെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ. എന്തിനാ സർ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. എൻ്റെ ഒരു കസിനുണ്ട്, അമേരിക്കയിലാണ്. എന്നെക്കാളും 1-2 വയസ്സിന് മൂത്തതാവൻ. ചാർലിയുടെ പ്രായം വരും. അവനൊരു പെൺകുട്ടിയെ വേണം. മാരേജ് കഴിഞ്ഞ് അവൻ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയിക്കോളും. നല്ല പഠിത്തമൊക്കെയുള്ള നമ്മുടെ ഫാമിലിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ അറിവിൽ അങ്ങനെ നീ മാത്രമേ ഉള്ളൂ. നിൻ്റെ പപ്പയോട് ചോദിച്ചിട്ട്. വേണ്ട,
അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവളുടെ മറുപടി വന്നിരുന്നു. അത് കേട്ടതും അവൻ സംശയത്തോടെ കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് പപ്പ പറഞ്ഞാലും ആര് പറഞ്ഞാലും. എനിക്ക് കല്യാണപ്രായമായെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞോളാം. എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അത് കേട്ട് അവൾക്കാകെ ദേഷ്യം വന്നിരുന്നു. അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ടെമ്പറാകാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നല്ലൊരു ആലോചന വന്നപ്പോൾ നിന്റെ പപ്പയോട് ചോദിക്കട്ടെ എന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നീ ഇപ്പം എന്തിനാ ഇങ്ങനെ നടന്ന് തുള്ളുന്നത്? അവനും തിരികെ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ നിന്നും അവൻ അവളോട് ഒരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലെന്നായിരുന്നു അവൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവൾ ഒന്നും മിണ്ടാൻ പോയില്ല. അവരുടെ വീട് എത്തുന്നത് വരെയും അവൾ സൈലന്റ് ആയിരുന്നു. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ കൂടി അവളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്ന അവൾ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ചാർലിയും റയാനും ഷീതുവുമാണ് ആദ്യം വീട്ടിലേക്ക് എത്തിയത്. ആ, നിങ്ങൾ വന്നോ? കരോൾ എവിടെ വരെ ആയി മോളെ? ഹാളിലിരിക്കുകയായിരുന്ന ചാർലിയുടെ മമ്മി അകത്തേക്ക് കയറി വന്ന് ഷീതുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പുറകെ വരുന്നുണ്ട് മമ്മി, ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. കുഞ്ഞ് ഉറങ്ങിപ്പോയി മോളെ. ഒരുപാട് നേരം നിങ്ങളെ നോക്കിയിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഉറക്കി. എൻ്റെ മുറിയിലുണ്ട്. അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞതും അവളൊന്നും മൂളി. അവളുടെ പുറകിലായി ചാർലിയും റയാനും അകത്തേക്ക് കയറി വന്നു. ഒരുത്തനെ കണ്ടില്ലല്ലോ, അവനെവിടെ പോയി? ചാർലിയുടെ പപ്പയാണ് സംശയത്തോടെ ചോദിച്ചത്. ചേട്ടായി ഋഷുവിനെയും കൂട്ടി പുറകെ വരുന്നുണ്ട് പപ്പേ. റയാനാണ് അയാളെ നോക്കി മറുപടി പറഞ്ഞത്. അകത്തേക്ക് കയറി വന്ന ചാർലി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ തിരികെ അവനെ നോക്കിയതും അവൻ പെട്ടെന്ന് കണ്ണുകൾ മാറ്റി. അല്ല, മോളുടെ മുഖത്തെന്താ ഒരു വല്ലാത്ത വിഷമം? എന്തു പറ്റി മോളെ? മമ്മി സംശയത്തോടെ അവളെ നോക്കി. ഒന്നുമില്ല മമ്മി, ഞാൻ ഇസുവിനെ വിളിച്ചുണർത്തട്ടെ. അവൾ അതും പറഞ്ഞ് അവർ ചോദിച്ചതിന് മറുപടി പറയാതെ കുഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് പോയി. എന്താടാ, അവൾക്ക് എന്താ പറ്റിയേ? അവളുടെ മുഖം ഇങ്ങനെ ആവാറില്ലല്ലോ. ചാർലിയുടെ പപ്പ അവനെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല പപ്പേ. കറിയൊക്കെ എവിടെ? എല്ലാം പാത്രത്തിലാക്കി വെച്ചോ? ഞാനത് നോക്കട്ടെ. അതും പറഞ്ഞ് അവനും അവിടുന്ന് സ്കൂട്ടായി അടുക്കളയിലേക്ക് നടന്നു. എന്താടാ പ്രശ്നം? അവനും പോയതും അവൻ്റെ പപ്പ റയാൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല പപ്പേ, അവർ തമ്മിൽ എന്തോ സൗന്ദര്യപ്പിണക്കം. അത് പപ്പയുടെ മൂത്ത മോൻ തന്നെ തീർത്തോളും, നമ്മൾ ഇടപെടണ്ട. റയാൻ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്നാലും അത് അങ്ങനെ അല്ലല്ലോ. അവർ തമ്മിൽ ഇന്ന് വരെ അങ്ങനെ പിണങ്ങിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ എന്താ പുതിയൊരു പിണക്കം? ചാർലിയുടെ മമ്മി സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് രണ്ടുപേരോടും പറഞ്ഞു. ഇത്രയും വർഷം അവൻ്റെ ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. പിന്നെന്തിനാ ഇപ്പോൾ അവൻ അവളെ തിരക്കി വന്നത്? അപ്പോൾ അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയില്ലേ? അത് കേട്ട് ചാർലിയുടെ പപ്പ ദേഷ്യത്തോട് ചോദിച്ചു. ഏയ്, അവൻ തിരക്കി വന്നതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അതിലേ കൂടി പോയതായിരിക്കും. നമ്മൾ കരോളിറങ്ങുന്നതൊന്നും അവനറിയില്ലല്ലോ. യാദൃശികമായിട്ട് കണ്ടതായിരിക്കും. പക്ഷേ ഏട്ടത്തി നന്നായിട്ട് പേടിച്ചുപോയി. റയാൻ അയാളെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവരൊന്ന് മൂളി. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നോ ചീത്തു? ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അവൾ കട്ടിലിൽ ചമ്രം പൂട്ടിയിരുന്നു കൊണ്ട് സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല കുഞ്ഞാ, ഇപ്പം വരും. അവൾ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചീത്തു, വെല്ലം. ഉറക്കമുണർന്ന ഇസു അവളെ നോക്കി പറഞ്ഞു. ഇപ്പം കൊണ്ടുവരാം. അതും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് താഴേക്ക് നിർത്തിയതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ ചാർലി കറികളും മറ്റും ടേസ്റ്റ് ചെയ്ത് നോക്കുകയും അത് പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുമായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാനും കൂടി സഹായിക്കാം ഇച്ചായ, അവൾ അവനെ നോക്കി പറഞ്ഞു. ആവശ്യമില്ല. ഒറ്റ വാക്കിൽ അവനും മറുപടി പറഞ്ഞു. എന്നാൽ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയതേയില്ല. അത് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൻ പിണങ്ങിയിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ. എന്തോ ഓർത്തതിന് ശേഷം കുഞ്ഞിൻ്റെ കപ്പെടുത്ത് കഴുകി അതിൽ ചൂടുവെള്ളവും എടുത്ത് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു കൈ കൊണ്ട് അവളെ പൊക്കിയെടുത്ത് സ്ലാബിൻ്റെ മുകളിലേക്ക് ഇരുത്തിയതിന് ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന കപ്പ് അവൻ വാങ്ങി സ്ലാബിൻ്റെ പുറത്തേക്ക് വെച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കുകയായിരുന്നു. അവൾ ചിന്തിക്കുന്നതിന് മുൻപേ അവൻ അവളുടെ ഇടുപ്പിൽ കൂടി ഇരു കൈകളും ചുറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. അവളൊന്ന് ഏങ്ങിപ്പോയി. കരങ്ങൾ അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. മുടികൾ അവളുടെ കവിളിൽ അലഞ്ഞു. മീശതാടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നു. ഹിച്ചായ, അവൾ അവൻ്റെ കഴുത്തിൽ കരങ്ങൾ അമർത്തി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പുറകിലേക്ക് മാറി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. സോറി. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയിരുന്നു. അവൻ പോകുന്നത് നോക്കി അവളിരുന്നു നിസ്സഹായതയോടെ. അവൻ പോയതും അവൾ സ്ലാബിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി. കൈകൾ കഴുത്തിലേക്കൊന്ന് വെച്ചു. അവളുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. അവൻ്റെ ചൂട് നിശ്വാസം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ചീത്തു,
പെട്ടെന്ന് കുഞ്ഞിൻ്റെ വിളി കേട്ടതും അവൾ ഞെട്ടി. സംശയത്തോടെ അടുക്കളയുടെ വാതിൽക്കലേക്ക് നോക്കി. ഇളിയിൽ കൈകൊടുത്ത് നെറ്റി ചുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കക്ഷി. ഒരു സ്ലീവ്ലെസ് ബനിയനും നിക്കറുമാണ് വേഷം. തലയിൽ 2 കൊമ്പ് കെട്ടിയിട്ടുണ്ട്. ചീത്തു വെള്ളം, അവൾ പറഞ്ഞതും ഷീതു തലയിൽ കൈവച്ചു പോയി. സോറി പൊന്ന, ഞാൻ ഓർത്തില്ല. അതും പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി എടുത്തു വെച്ച വെള്ളം അവൻ കുഞ്ഞിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അവൾ തൻ്റെ കുഞ്ഞു ചുണ്ടിലേക്ക് ആ കപ്പടുപ്പിച്ചു. പക്ഷെ ഷീതു അപ്പോഴും ചാർലിയുടെ കഴിഞ്ഞ പ്രവൃത്തിയിൽ ആലോചനയോടെ നിൽക്കുകയായിരുന്നു. ഒരു ഷോർട്ട്സും ബനിയനും ഇട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും തേച്ച് മുടി മുകളിലേക്ക് വാരിക്കെട്ടി കയ്യിലൊരു ഫോണുമായി അവൾ താഴേക്ക് ഇറങ്ങി വന്നു. ആദാ എവിടേക്കാ പോയത്? അടുക്കളയിൽ നിന്നിരുന്ന അവരുടെ പുറകിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? അവൻ എന്നോട് പറഞ്ഞിട്ടാണോ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്? അവൾ ചോദിച്ച ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ അവരവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കി. നിന്റെ ഭർത്താവ് എവിടെ പോകുന്നു എന്ന് നീ വേണം അന്വേഷിക്കാൻ. അവർ അവളുടെ നോട്ടം ഇഷ്ടപ്പെടാത്തതുപോലെ വീണ്ടും അവളോട് പറഞ്ഞു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവളെപ്പറ്റി ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് ആദത്തിനിപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അവൾ ദേഷ്യത്തോടെ അവരുടെ നേരെ കൈ ചൂണ്ടി. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനൊന്നും തിരിച്ചു പറയുന്നില്ല എന്ന് കരുതി എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കരുത്. അവൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അവനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. എന്നിട്ടിപ്പോൾ നീ എന്തിനാ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അവൻ നിന്റെ ഭർത്താവാണെങ്കിൽ അവൻ എവിടെ പോകുന്നു, എന്തിന് പോകുന്നു എന്ന് നീ വേണം അന്വേഷിക്കാൻ. പിന്നെ അവനോട് ഞാൻ അവളെയും കുഞ്ഞിനെയും പറ്റി ഒരു അക്ഷരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെയുള്ളവരുടെ കൂടെ ആ കുട്ടി ജീവിക്കാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. അവളിപ്പോൾ സന്തോഷത്തോടെ തന്നെയാണ് ആ വീട്ടിൽ കഴിയുന്നത്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ അവൾ, ഇസാ മറിയം? അപ്പോൾ അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് പ്രവൃത്തിയും ചെയ്യും. ആദത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ എരികേറ്റി കൊടുക്കുന്നതും നിങ്ങൾ തന്നെയാണ്. അവൾ അവർക്ക് നേരെ കൈ ചൂണ്ടി. ദേ റിൻസി, വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അവനവൻ്റെ രക്തത്തെ വേണമെന്ന് തോന്നിയതിൽ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് നിൻ്റെ വീട്ടുകാർക്കും അല്ലേ അവനെ വേണമായിരുന്നു എന്ന് വാശി. അത് നീ നേടിയെടുക്കുകയും ചെയ്തു. അതിനൊരു പാവം പെൺകുട്ടിയുടെ കണ്ണുനീരും കൂടി വീഴ്ചത് എന്തിനാടി? അതും കൂടപ്പിറപ്പിനെ പോലെ നീ കൊണ്ടു നടന്നവളുടെ. അവർ ദേഷ്യത്തോടെ അവളോട് കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അനാഥയായിട്ട് ജനിച്ചവള് ഇത്രയും വലിയൊരു വീട്ടിൽ വന്ന് കയറേണ്ടെന്ന് തോന്നി. അവൾക്ക് എന്ത് യോഗ്യതയുണ്ട് ആദത്തിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാൻ? അവൾ തിരികെയും ചോദിച്ചു. എന്താണെങ്കിലും നിന്നേക്കാൾ യോഗ്യത അവൾക്കുണ്ട്. അവളുടെ ആ യോഗ്യത മതിയായിരുന്നു അവൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ. പക്ഷെ നീയും പണത്തോട് ആർത്തിയുള്ള എൻ്റെ ഭർത്താവും അതിനെ അനുവദിച്ചില്ല. അതിന് കൂട്ടു നിൽക്കാൻ എൻ്റെ മകനും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ അങ്ങനെ അവളെ തള്ളിപ്പറയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നതല്ല. പിന്നീട് എനിക്ക് മനസ്സിലായി പണത്തിന് മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്ന്. ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട. നീയൊക്കെ കൂടെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ ദൈവം എന്നൊരാൾ മുകളിലുണ്ടായിരുന്നു. ഇവിടത്തേക്കാൾ 2 ഇരട്ടി ആസ്തി ഉള്ളിടത്തേക്കാ അവൾ ചെന്ന് കയറിയത്. അതും അവളെയും കുഞ്ഞിനെയും പൊന്നുപോലെ കൈവെള്ളയെ കൊണ്ട് നടക്കുന്നവരുടെ അടുത്തേക്ക്. ആ 2 സഹോദരങ്ങളുടെ സ്നേഹം മതിയല്ലോ അവൾക്ക്. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് പെട്ടെന്ന് അവളുടെ മുഖമൊന്ന് മങ്ങി. എല്ലാവരും അവളെ തള്ളി പറഞ്ഞപ്പോൾ മുകളിലിരിക്കുന്ന ദൈവം മാത്രം അവളെ തള്ളി പറഞ്ഞില്ല. അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു സ്ഥലത്തേക്കാ അവൾ എത്തിച്ചേർന്നത്. അതാ കുഞ്ഞിൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാ. ഞാൻ വന്നത് നിങ്ങൾ അവളെ വാനോളം പുകഴ്ത്തുന്നത് കേട്ടുകൊണ്ടിരിക്കാനല്ല, ആദെ എവിടേക്കാ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അവൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് നിന്നോട് പറഞ്ഞത്. നിന്റെ ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നീ അന്വേഷിക്കണം. എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. അവളാണെങ്കിൽ അവരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി.